ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പായസം റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ സൗണ്ട് ഇത്തിരി മോശമാണ്, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ചുമയാണ്. ചുമ കൊണ്ട് സൗണ്ട് ഇത്തിരി പ്രശ്നത്തിലാണ്. അപ്പോൾ വീഡിയോയിലും ഇതിലും ഇത്തിരിയും കൂടി ബെറ്റർ ആയിട്ടുള്ള സൗണ്ടാണ്. സംസാരിച്ച് സൗണ്ട് ഇത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഇൻട്രോയിൽ ഇത്തിരി മോശം സൗണ്ടാണ്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പായസം എന്ന് പറയുമ്പോൾ റവ സേമിയ പായസമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പായസം ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എല്ലാവരും ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കുക. പിന്നെ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, 2 ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഞാൻ 1/4 കപ്പ് റവയാണ് ചേർത്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 2 ടേബിൾ സ്പൂൺ റവ എടുക്കായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ റവ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ റവ ചേർക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ റവ സേമിയ പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 75 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയ അല്ല, നിങ്ങൾക്ക് റോസ്റ്റഡ് സേമിയ എടുക്കാം, അല്ലാത്ത സാധാരണ സേമിയ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവയാണ്. പിന്നെ 100 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നെയ്യാണ്. ഇതിലേക്ക് നമുക്ക് പാലും വേണം, വെള്ളവും വേണം. പാലെടുത്തിരിക്കുന്നത് 1/2 ലിറ്ററാണ്. വെള്ളം എടുത്തിരിക്കുന്നത് 3/4 കപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ഏലക്കപ്പൊടി പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സേമിയ റവയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നെയ്യിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ 1 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക, അല്ലാതെ സാധാരണ സേമിയ ആണെങ്കിൽ 3 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. അതുപോലെ റവയും റോസ്റ്റഡ് റവയാണെങ്കിൽ 1 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്യാത്ത റവയാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. അത് നമ്മൾ എടുക്കുന്ന റവയുടെയും സേമിയയുടെയും കുക്കിംഗ് ടൈം അതനുസരിച്ച് വ്യത്യാസം വരും. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സേമിയ ഒരു 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഒരുപാട് ബ്രൗൺ ആയി പോകരുത്. അപ്പോൾ ഇത് പാല് ഞാൻ തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളറിന് വേണ്ടി ഈ ഒരു പായസത്തിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാൽ എപ്പോഴും പായസത്തിൽ ചേർക്കുമ്പോൾ തിളപ്പിച്ചിട്ട് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ സേമിയ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കളർ മാറിയിട്ടില്ല. ഇതിലേക്ക് ഞാൻ റവ ചേർത്ത് കൊടുക്കുകയാണ്. റോസ്റ്റഡ് റവയാണ്. അപ്പോൾ റവ ചേർത്തിട്ട് ഇനി 1 മിനിറ്റിൽ താഴെ ഒന്ന് ഇളക്കി കൊടുക്കുക. സേമിയയുടെ കളർ നിങ്ങൾക്ക് കൂടുതൽ മാറ്റണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് കളർ മാറുന്ന രീതിയിൽ വറുത്തെടുക്കുന്നില്ല, ചെറുതായിട്ട് കളർ മാറുന്ന രീതിയിൽ വറുത്തെടുക്കുന്നുള്ളൂ. ഇത് ചെറിയ ബർണറിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പായസം തയ്യാറാക്കേണ്ടത്. വലിയ ബർണറിൽ വെച്ചിട്ടല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പായസം തയ്യാറാക്കുക. ഇനിയിപ്പോൾ ഈ ഒരു റവയുടെ ആ ഒരു റോ ടേസ്റ്റും കൂടി മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റിൽ താഴെ സമയം ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ നമ്മുടെ റൈസിൻസ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. കുറച്ച് സമയം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ റൈസിൻസിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ റവയും സേമിയയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർത്തിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ റവ ഉള്ളതുകൊണ്ട് വേഗം കുറുകിപ്പോവും. അപ്പോൾ വെള്ളം ചേർത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ സേമിയയും റവയും നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരേ ഒരു പിഞ്ച് മാത്രം ഉപ്പ് ചേർക്കുക. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അടച്ചു വയ്ക്കൊന്നും വേണ്ട, വേഗം തന്നെ കുക്കായി കിട്ടും. റവ കുറുകി തുടങ്ങി. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു 1.5 കപ്പും കൂടി വെള്ളം ചേർത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റവ ഉള്ളതുകൊണ്ട് വേഗം കുറുകി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സേമിയ വേവാൻ ആവശ്യമായിട്ട് ഒരു 1.5 കപ്പും കൂടി വെള്ളം ചേർത്തു. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ സേമിയ ഒന്ന് കറക്റ്റ് പാകത്തിന് കുക്കായി കിട്ടുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് മാത്രം. റവ കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റവയും സേമിയയും കുക്കായി തുടങ്ങിയിട്ടുണ്ട്. റവ ഓൾറെഡി കുക്കായി കഴിഞ്ഞു, സേമിയ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട. ഇനി മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരാനായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പാലൊക്കെ ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വന്നോളും. ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിനി പഞ്ചസാര ചേർക്കുന്നത്.
മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കുക്ക് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. പഞ്ചസാര ഈ ഒരു ചൂടിൽ വേഗം മെൽറ്റായി കിട്ടും. അപ്പം നമ്മുടെ സേമിയൊക്കെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. സേമിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, പഞ്ചസാര വേഗം തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാല് തിളപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്ററാണ് പാലിൻ്റെ അളവ്, അത് തെറ്റിപ്പോവണ്ട. പാല് തിളപ്പിച്ചത് ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി വയ്ക്കുക. ഇപ്പോൾ ഒന്ന് തിക്കായിട്ടുണ്ടാവും, ഇതൊന്ന് ലൂസാക്കി എടുക്കണം. വേഗം തന്നെ കുറുകി വരും കേട്ടോ പായസം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മധുരം ചെക്ക് ചെയ്യുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരമുള്ള രീതിയിൽ പായസം ഉണ്ടാക്കേണ്ട, ഒരു മീഡിയം മധുരമുള്ള രീതിയിൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത് വീണ്ടും കുറുകും, റവ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മധുരം ചെക്ക് ചെയ്താലും പിന്നീട് മധുരം കൂടുതലായി പോകാൻ സാധ്യതയുണ്ട്, കൂടുതൽ പഞ്ചസാര ചേർത്താൽ കുറുകി വരുമ്പോൾ. അതുകൊണ്ടാണ് കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ സേമിയ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പാകത്തിലായിരിക്കണം കേട്ടോ സേമിയ കുക്കാവുന്നത്, ഒരുപാട് കുക്കായി പോരുത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഈ പാലൊന്ന് തിളയ്ക്കണം, അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി. അപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ച പാലാണ്. പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ നല്ല ലൂസാണ്, പക്ഷേ ഇത്ര തിളച്ചാൽ മതി. നിങ്ങൾ ഇത്രയും ലൂസായിട്ടുള്ള പായസം എന്താണെന്ന് വിചാരിക്കേണ്ട. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലൂസിൽ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആകെ 2 ടീസ്പൂൺ നെയ്യ് നമ്മൾ ഈ ഒരു പായസത്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർക്കാം. കാഷ്നട്ടിനൊന്നും പ്രത്യേകിച്ച് അളവുകളില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്നട്ട് ചേർക്കാം. അതുപോലെ റേസിൻസിന്. അപ്പോൾ നമ്മുടെ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ റേസിൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ റേസിൻസും കൂടി വരുമ്പോൾ വേഗം കാഷ്നട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാഷ്നട്ടിൻ്റെ കളർ വല്ലാതെ മാറുന്നതിന് മുന്നേ തന്നെ ആയിട്ട് റേസിൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ബ്ലാക്ക് റേസിൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് റേസിൻസ് ഇല്ല, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റേസിൻസും ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് തോന്നുന്നില്ല ഈ ഒരു പായസം? ഏറ്റവും സമയം കുറവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇതാ റേസിൻസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പായസം റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വൈകുന്നേരം കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് പറയുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ, കുറച്ച് ഇൻഗ്രീഡിയൻസ് പോരെ. ഇനിയിപ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ ഞാൻ പായസത്തിലേക്ക് ചേർക്കാൻ പോവാണ്. ഞാൻ മുഴുവൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് ഗാർണിഷിങ്ങിന് വെക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിനി പായസം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കൺസിസ്റ്റൻസി കുറുകി തുടങ്ങി. ഇത് കണ്ടോ? അപ്പോൾ എല്ലാവരും ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ പായസം സെർവ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്കൊരു ഡെസേർട്ടായിട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതലും നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് കമൻറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.